ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 37 മുതലുള്ള തിരുവചന ഭാഗം നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ ഒരു കാര്യം തന്നെ ഈശോ വളരെയധികം പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. 24-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുക: നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം തന്നെ 24-ാമത്തെ അധ്യായം 44-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയും: അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. വീണ്ടും നമ്മൾ അതേ അധ്യായത്തിൽ 49-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണും: പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപട നാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം തന്നെ 25-ാമത്തെ അധ്യായം 13-ാം വചനം വീണ്ടും പറയും: അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ജാഗ്രത പാലിക്കണമെന്ന് എല്ലാ വിശ്വാസികളെയും കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ സമയവും രാവും പകലും ഒക്കെ ജാഗ്രത പാലിക്കുന്നവരായി മാറണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അല്പമെങ്കിലും ഒരു ഉഴപ്പ് അല്ലെങ്കിൽ ഒരു അലസ മനോഭാവം അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് ജീവിതത്തിൽ വന്നാൽ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. ഏത് നിമിഷത്തിലാണ് കർത്താവ് വരിക എന്നറിയത്തില്ല. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആ നിർണായകമായിട്ടുള്ള സമയം അത് നമുക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് എല്ലായ്പ്പോഴും ജാഗ്രത പാലിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ചിലരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്: ഇച്ചിരിയൊക്കെ മതിയെന്നേ, അതൊക്കെ ഇങ്ങനെയൊക്കെ മതിയെന്നേ, കുടുംബ പ്രാർത്ഥനയിൽ ജപമാല ചൊല്ലുന്നില്ലേ, പിന്നെ വേറെ പ്രാർത്ഥന എന്നാത്തിനാ, വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയത്ത് കുർബാനയുടെ സമയത്ത് ബൈബിള് വായിച്ച് കേൾക്കുന്നുണ്ട്, പിന്നെ വേറെ ബൈബിൾ വായിക്കേണ്ട കാര്യമുണ്ടോ, ഇതൊക്കെ മതിയെന്നേ, ഇത്രയൊക്കെ മതിയെന്നേ. അങ്ങനെ ഒരു തരം നിസ്സംഗത അല്ലെങ്കിൽ ഒരു അലസ മനോഭാവമൊക്കെ അറിയാതെ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. തിന്മ ഏത് സമയത്താണ് നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യാമെന്ന് അറിയത്തില്ല. തിന്മ വളരെ അലേർട്ടാണ്. പത്രോസ്ലീഹ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുകയാണ്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അവനേറ്റവും അധികം ലക്ഷ്യം വയ്ക്കുക പ്രാർത്ഥിക്കുന്നവരെ തന്നെയാണ്. അവനേറ്റവും അധികം ശ്രദ്ധ പതിപ്പിക്കുക അല്പമെങ്കിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരെയാണ്. വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. അവസാനം വരെ എനിക്ക് തോന്നുന്നു വേറെ ഏത് ഫീൽഡാണെങ്കിലും അല്പം വിശ്രമമൊക്കെ ഉണ്ടാവും, വെക്കേഷനൊക്കെ ഉണ്ടാവും, അവധി ഉണ്ടാവും. പക്ഷേ ആത്മീയ മേഖലയിൽ വ്യാപരിക്കുന്നവർക്ക് അവധിയില്ല, അവർക്ക് വെക്കേഷൻ ഇല്ല. അവരെപ്പോഴും ജാഗ്രത പുലർത്തുന്നവരാണ്, അവരെപ്പോഴും ശ്രദ്ധയുള്ളവരാണ്. തിന്മയെ തോൽപ്പിച്ച് നന്മയിൽ വളരാൻ, തിന്മയെ അതിജീവിച്ച് നന്മയുടെ പാത മാത്രം പിന്തുടരാൻ വിളി കിട്ടിയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സമയവും ശ്രദ്ധ പാലിക്കണം, എല്ലാ സമയവും. ചിലപ്പോൾ ഇങ്ങനെ ചിലർ പറയും: സിസ്റ്ററെ, വല്ലപ്പോഴും ഒന്ന് മദ്യപിച്ചു എന്ന് ഓർത്തിട്ട് എന്താ പ്രശ്നം? വല്ല ഈസ്റ്ററിന്, ക്രിസ്മസിന് അല്ലെങ്കിൽ ഓണത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ മാത്രം ഒരു സാഹചര്യത്തിലും കർത്താവിനെ ഇട്ടിട്ട് പോകാൻ, ആ തിന്മയുടെ സ്വരത്തിന് ചെവി കൊടുക്കാൻ ഇടവരുത്തല്ലേന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ജാഗ്രത പാലിക്കാൻ, ഒരു ചെറിയ പാപത്തിൽ പോലും അറിഞ്ഞുകൊണ്ട് വീഴാൻ ഇടയാകാതിരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ അലേർട്ടാണ്, നമ്മൾ വളരെ ജാഗ്രത പാലിക്കുന്നവരാണ്. ചെറിയ കാര്യത്തിൽ പോലും ശ്രദ്ധ നമുക്ക് വേണം. നമുക്കറിയാലോ, വള്ളത്തിൽ വെള്ളം നിറയുന്നത് ചെറിയൊരു ദ്വാരം മതി, വള്ളത്തിൽ വെള്ളം നിറയും, എളുപ്പം നിറയും, ആരും അറിയല. പെട്ടെന്ന് വള്ളം അപകടത്തിലാവും. ജീവിതത്തിൽ ചെറിയൊരു നിമിഷം അലസതയുടെ അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മയുടെ അല്ലെങ്കിൽ ഒരു നിസ്സംഗതയുടെ ഏതെങ്കിലും ഒരു അനുഭവം മതി തിന്മ നമ്മളിലേക്ക് കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അത് ഇങ്ങനെ നമ്മൾ തിന്മയ്ക്ക് വാതിൽ തുറന്നിട്ട് കൊടുത്താൽ, നിസ്സംഗതയിലൂടെ അല്ലെങ്കിൽ ശ്രദ്ധ കുറവിലൂടെ അല്ലെങ്കിൽ അലസതയിലൂടെയൊക്കെ തിന്മയ്ക്ക് നമ്മൾ വാതിൽ തുറന്നിട്ട് കൊടുത്താൽ അവൻ പിന്നെ വന്ന് കയറിയിരിക്കും. സൂപ്പറായിട്ട് വന്ന് കയറിയിരുന്ന്
അവൻ നമ്മളെ ഭരിക്കാനായിട്ട് ആരംഭിക്കും. പ്രിയമുള്ളവരെ, തിന്മ വളരെ ജാഗ്രതയുള്ളവനാണ്. തിന്മയ്ക്ക് പിശാചിന് ഉറക്കമില്ല കേട്ടോ. പിശാച് നമ്മുടെ പോലെയൊന്നുമല്ല. നമ്മൾ അല്പം പണിയെടുത്താൽ പിന്നെ ക്ഷീണമായി, തളർച്ചയായി. പിശാചിന് രാവും പകലും വളരെ ജാഗ്രതയാണ്. അവൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുവോളം അവൻ വളരെ ശ്രദ്ധയുള്ളവനാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതേ ശ്രദ്ധ വേണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഈ ശത്രു എന്നൊക്കെ പറയണത് നമുക്കെതിരെ നിൽക്കുന്നവർ, ആരെങ്കിലും നമ്മളെ വഴക്ക് പറഞ്ഞാൽ അവർ, നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവർ, നമ്മളെ എപ്പോഴെങ്കിലും ആരെങ്കിലും താഴ്ത്തിക്കെട്ടി സംസാരിച്ചാൽ അവർ, നമുക്കെതിരെ കേസ് കൊടുത്താൽ അവർ, അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളോട് പൊരുത്തപ്പെട്ട് പോകുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നവർ, അവരൊക്കെയാണ് നമ്മുടെ ശത്രു എന്നാണ് നമ്മൾ മനസ്സിൽ കരുതിയിട്ടുള്ളത്. അങ്ങനെയല്ല കേട്ടോ. പിശാചാണ് നമ്മുടെ ശത്രു, തിന്മയാണ് നമ്മുടെ ശത്രു. ഈ പിശാച് പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്നവരിലൂടെ തന്നെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഒപ്പം നിൽക്കുന്നവർ, നന്മയുടെ ഭാവത്തിൽ, നന്മയുടെ രൂപത്തിൽ തിന്മ നമ്മളെ അറ്റാക്ക് ചെയ്യാം, തിന്മ നമ്മളെ ആക്രമിക്കാം, സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. തിരിച്ചറിയാൻ പറ്റണം. ദൈവിക ജ്ഞാനമുണ്ടെങ്കിലേ തിന്മ നമ്മുടെ മേൽ വരുന്നതും തിന്മ നമ്മളെ കീഴടക്കുന്നതും മനസ്സിലാക്കാനും അവനെ തോൽപ്പിക്കാനും സാധിക്കത്തുള്ളൂ. അവൻ ഏത് മണിക്കൂറിലും പ്രവർത്തിക്കും കേട്ടോ. ഏത് സമയത്തും, പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെയാണ് അവൻ വന്ന് നമ്മളെ ആക്രമിക്കുക. അപ്പോൾ വളരെയധികം ശ്രദ്ധ. നമ്മൾ കണ്ടിട്ടില്ലേ, വലിയ വലിയ പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവർക്കൊക്കെ അവരുടെയൊക്കെ സുരക്ഷ ശ്രദ്ധിക്കുന്ന അംഗരക്ഷകർ, അവരൊക്കെ എത്ര വിജിലൻ്റാണ്, അവരൊക്കെ എത്ര അലേർട്ടാണ്, വളരെ ശ്രദ്ധയുള്ളവരാണ് അവരൊക്കെ. ഒരു സെക്കൻഡ് പോലും ഇരിക്കുകയല്ല, ഒരു സെക്കൻഡ് പോലും ശ്രദ്ധ പാളിപ്പോകുകയല്ല. വളരെ ശ്രദ്ധയാണ്. ഈ വ്യക്തിക്ക് ഒരു അപകടം ഉണ്ടാകാതെ അവരുടെ ദൗത്യം പൂർത്തീകരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങിയും ആഘോഷിച്ചും ആഹ്ലാദിച്ചും ഉല്ലസിച്ചും അലസമായിട്ട് നമ്മൾ ജീവിക്കുന്നെങ്കിലോ അവൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വാസം ഉറപ്പിക്കും. ഒരു സംശയവും വേണ്ട. നമ്മൾ ഇച്ചിരി വേദനിച്ചിരിക്കുന്ന സമയത്ത് അവൻ വരും നല്ല സമറിയക്കാരൻ്റെ രൂപത്തിൽ. വിഷമമല്ലേ, സങ്കടമല്ലേ, ഞാൻ സഹായിക്കാട്ടോ. അറിയില്ല നമ്മൾ ഏത് രീതിയിൽ അവൻ വന്ന് ഇടപെടുക എന്ന്. ചിലപ്പം ചില വാക്കുകളൊക്കെ മതി അവൻ്റെ കെണിയിൽ വീണു പോകാൻ എളുപ്പം സാധിക്കും. ചില കുടുംബങ്ങളിൽ കണ്ടിട്ടില്ലേ, വളരെ സന്തോഷമായിട്ട് കഴിയുന്ന സാഹചര്യമാണ്. നല്ലൊരു എന്താ പറയുക, ഒരു മാമോദിസ വന്നു, അല്ലെങ്കിൽ ഒരു വിവാഹാഘോഷം വന്നു, അല്ലെങ്കിൽ ഒരു വീട് താമസം വന്നു, നല്ല സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും ആരെങ്കിലും ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, പിന്നെ അതിനെ ചൊല്ലിയൊരു തർക്കമായി, ആ സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. ഏത് സമയത്തും തിന്മ വരാൻ സാധ്യതയുണ്ട്. ഏത് സമയത്തും തിന്മ അസ്വസ്ഥപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഞാൻ ഓർക്കുന്നു, കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരൻ ധ്യാന അവസരത്തിൽ കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ഇതിനു മുമ്പ് ധ്യാനം കൂടിയിട്ടുണ്ട്. അന്ന് തീരുമാനിച്ചായിരുന്നു മേലിൽ മദ്യപിക്കില്ല എന്ന്. പക്ഷേ വീട്ടിൽ ചെന്നു സന്തോഷമായിട്ട് മദ്യപാനമൊക്കെ നിർത്തി പ്രാർത്ഥനയിലൊക്കെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ധ്യാനത്തിന് വരുന്നതിൻ്റെ 2-3 ദിവസം മുൻപ് വീട്ടിലെന്നും സന്ധ്യയാകുമ്പോൾ ഈ സഹോദരൻ്റെ അപ്പച്ചൻ, ഇവൻ്റെ അപ്പച്ചൻ എന്നും മദ്യപിക്കുന്ന ആളാണ്, ആര് പറഞ്ഞാലും കേൾക്കുകയില്ല, ഇച്ചിരി പ്രായമൊക്കെയുള്ള ആളാണ്. മദ്യപിച്ച് വന്നാൽ വലിയ ബഹളമാണ് വീട്ടിൽ പോലും. അപ്പോൾ ഇങ്ങനെ വലിയ അസ്വസ്ഥത വീട്ടിൽ വരുമ്പോൾ ഇവൻ പറയുക, ധ്യാനം കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് ഞാൻ മിണ്ടിയിട്ടില്ല, അത് കേൾക്കാതെയൊക്കെ നടന്നു, എന്തെങ്കിലും പറഞ്ഞോട്ടെ, അങ്ങനെ വിട്ടു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധ അങ്ങ് മാറിപ്പോയി, കർത്താവിലുണ്ടായിരുന്ന ശ്രദ്ധ മാറിപ്പോയി. അതുകൊണ്ട് അപ്പച്ചൻ പറയുന്ന വാക്കുകൾ, മദ്യപിച്ചിട്ട് വീട്ടിൽ വന്ന് പറയുന്ന വാക്കുകൾ, അതിങ്ങനെ തലയിൽ കയറി പ്രവർത്തിക്കാൻ തുടങ്ങി, അതിങ്ങനെ എക്കോ ചെയ്യാൻ തുടങ്ങി. അതെങ്ങനെ മായ്ച്ചു കളയാൻ നോക്കിയിട്ടും പോകുന്നില്ല, അതിങ്ങനെ കിടന്ന് എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ, എന്നാലും ഇങ്ങനെ പറഞ്ഞില്ലേ, ഇതിങ്ങനെ മനസ്സിൽ കിടന്നിട്ട് എക്കോ ചെയ്യുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അന്ന് രാത്രി അപ്പച്ചൻ മദ്യപിച്ചു വന്നു, വലിയ ബഹളം വീട്ടിൽ. അതുവരെയും ശാന്തനായിരുന്ന ഈ മകൻ അന്ന് തിരിച്ച് ഒച്ച വയ്ക്കാൻ തുടങ്ങി. അപ്പച്ചനേക്കാളും ഒച്ചപ്പാട് ഇവനുണ്ടാക്കുകയാണ്. അതിനേക്കാളേറെ അസ്വസ്ഥത ഈ മകൻ. അന്ന് രാത്രി അങ്ങനെ അങ്ങ് നേരം എഴുന്നേറ്റപ്പം വലിയ കുറ്റബോധം, വലിയ വിഷമം, സങ്കടം. ഉടനെ തീരുമാനിച്ചു വീണ്ടും ധ്യാനിക്കാൻ പോരുകയാണ്. അങ്ങനെ വന്നിട്ട് പങ്കുവെച്ചൊരു അനുഭവമാണ്. ഈ സഹോദരനോട് ഞാൻ പറഞ്ഞു, സഹോദര, നീ ഇനിയും ഇതേ അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് തിരിച്ചു ചെല്ലുക. ധ്യാനം കഴിഞ്ഞ് ഇനിയും ചെല്ലും, അപ്പച്ചൻ ഇതുപോലെ ഇനിയും മദ്യപിക്കും. അപ്പച്ചനെ പെട്ടെന്ന് നമുക്ക് ആർക്കും മാറ്റാൻ പറ്റുകയില്ല. ഇത്രയും പ്രായമായി, ആര് പറഞ്ഞാലും കേൾക്കൽ, ഇച്ചിരി അങ്ങനെ ഒരു സ്വഭാവത്തിൻ്റെ രീതി അങ്ങനെയാണ്. പെട്ടെന്ന് ആരെയും അങ്ങനെ ഉൾക്കൊള്ളുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്പച്ചനെ നമുക്കിനി മാറ്റാൻ പറ്റുകയില്ല, നമുക്ക് മാറാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സഹോദര, നീയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. നീ അറിയാതെ മദ്യം കഴിച്ചു പോകും. അപ്പച്ചൻ്റെ അവനോട് എതിർക്കാൻ ധൈര്യം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നീ മദ്യപിക്കാൻ പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടുകെട്ട് നീ ആദ്യം ഉപേക്ഷിക്കുക. ഈ സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകും, ജീവിക്കണ്ടേ?
വേറെ ജോലി അന്വേഷിക്കുക. ജോലി കിട്ടിയാൽ ഉടനെ നീ ആ ജോലി റിസൈൻ ചെയ്ത് അതിൽ നിന്ന് ഇങ്ങോട്ട് മാറിപ്പോ. കൂട്ടുകാർ മദ്യപാനത്തിലേക്ക് നയിക്കും എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ നീ അത് ഉപേക്ഷിച്ചേ പറ്റൂ. ഞാൻ ഓർക്കുന്നു, ആ സഹോദരൻ പറഞ്ഞു കൊടുത്തതൊക്കെ അതുപോലെ അങ്ങ് അനുസരിച്ചു. പിന്നീട് ഇടയ്ക്കൊക്കെ കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ദിവസങ്ങളിൽ ഈ സഹോദരൻ വരും. എന്നിട്ട് സന്തോഷമായിട്ട് പറയും, ഇതുവരെയും പിന്നെ മദ്യപിക്കേണ്ടി വന്നിട്ടില്ല, പിന്നെ ഇതുവരെയും വീട്ടിൽ വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടില്ല. അപ്പച്ചൻ വന്ന് മദ്യപിച്ച് എന്തെങ്കിലുമൊക്കെ ബഹളം വെച്ച് അങ്ങ് പോവും. പക്ഷേ ഞാനൊരിക്കലും തിരിച്ചു പറയാൻ ദൈവമെന്നെ ഇടയാക്കിയിട്ടില്ല. ഒരു 9-9:30 വരെയും അവരുടെ ഇടവകയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ട് പോലും. അപ്പം അപ്പച്ചൻ ബഹളം ഉണ്ടാക്കുന്ന സമയം ആ സമയമാണ്. അപ്പം ഈ മകൻ പറയുക, സിസ്റ്ററെ വീട്ടിൽ നിന്നാൽ ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാലോ, ഏതെങ്കിലും രീതിയിൽ ഞാൻ പ്രകോപിപ്പിക്കപ്പെട്ട് പറഞ്ഞു പോയാലോ, അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് പോകും. ഭാര്യയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, എല്ലാ പണിയും വീട്ടിൽ അതുവരെയുള്ളതൊക്കെ ചെയ്തു വെച്ച് അപ്പച്ചൻ വരുന്ന സമയത്ത് ഞാൻ പള്ളിയിൽ പോകും. ബഹളം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം. പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോഴേക്കും അപ്പച്ചൻ ഉറങ്ങിയിട്ടുണ്ടാവും, ശാന്തമാണ്. പകൽ അപ്പച്ചനോട് മിങ്കിൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല സ്വഭാവമുള്ള അപ്പച്ചൻ. മദ്യപിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഈ സഹോദരൻ പറയാം, സിസ്റ്ററെ ഇപ്പം മനസ്സിന് വലിയ ശാന്തതയുണ്ട്, ഇപ്പോൾ വലിയ ശാന്തതയുണ്ട്. ചില കുടുംബ ബന്ധങ്ങളിൽ പിശാച് കയറിയിട്ട് വഴക്കെന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും സ്വസ്ഥതയില്ലാത്ത എത്ര കുടുംബങ്ങൾ, ഒരു രാത്രി പോലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത എത്രയോ ഭവനങ്ങൾ. തിന്മ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. പല രീതിയിൽ, പല വേഷത്തിൽ, പല വാക്കുകളായി, പല സ്വരങ്ങളായി തിന്മ കടന്നുകൂടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് രീതിയിലാണ് അവൻ വരിക, ആരിലൂടെ അവൻ പ്രവർത്തിക്കുക, എങ്ങനെയാണ് എന്നെ കീഴടക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഈ തിന്മ ഒരു ന്യായാധിപൻ്റെ റോളിൽ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, നീ മിടുക്കനാട്ടോ, നീ മിടുക്കിയാണ്, സൂപ്പർ സ്റ്റാറാണ്, ഒരു കുഴപ്പമില്ലല്ലോ, നീ വലിയ വിധത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണത്, ഒരു പാപമില്ല കേട്ടോ, അവർക്കൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട്, അവരൊക്കെയാ തെറ്റ്, നീ ഓക്കെയാണ്. ഇങ്ങനെയുള്ള ചിന്ത തരും. അതുകൊണ്ടല്ലേ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ, കുമ്പസാരിക്കാൻ ഒരുങ്ങുമ്പോൾ പാപം പറയാനില്ല. 2 ആഴ്ചയായി കുമ്പസാരിച്ചിട്ട് 15 ദിവസം കഴിഞ്ഞു, എന്നിട്ടും ഒരു പാപം മനസ്സിലേക്ക് വരുന്നില്ല. എന്ത് പറഞ്ഞിട്ടാണ് കുമ്പസാരിക്കുക? പാപത്തിൻ്റെ ഒരു ബോധ്യം മനസ്സിലേക്ക് വരുന്നില്ല. ഇന്നൊരു പാപം ചെയ്തു എന്ന് പറയാൻ എനിക്കില്ല. മദ്യപിച്ചിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല, ചീത്ത ബന്ധത്തിലേക്ക് പോയിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്താ പാപമുള്ളേ? പാപബോധം പോലും നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം, അത് അവൻ്റെ ഒരു പണിയാണ്, അത് അവൻ്റെ ഒരു കളിയാണ്, അവൻ്റെ ഒരു ഇടപെടലാണ്. മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. അവൻ ന്യായാധിപനെ പോലെ മനസ്സിലിരുന്നിട്ട് പറയും, നീ ഓക്കെ ആട്ടോ, പെർഫെക്റ്റാണ്, ഒരു കുഴപ്പമില്ല, വളരെ ഭംഗിയായിട്ടാണ് നിൻ്റെ ജീവിതം പോണേ. ഒരു 100,000 തിന്മകൾ, പാപാവസ്ഥകൾ നമ്മളിൽ സംഭവിച്ചിട്ടുണ്ടാവും. ചിന്തകളിൽ, ഓർമ്മയിൽ, ബുദ്ധിയിൽ, ഭാവനയിലൊക്കെ എത്രയോ വീഴ്ചകൾ. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന പോലെ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയെങ്കിൽ എത്രയോ വീഴ്ചകൾ നമ്മളിൽ വന്നിട്ടുണ്ട്. എത്ര കർത്താവിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ പറ്റിയിട്ടുണ്ടോ ഇത്ര നാളായിട്ടും? എനിക്ക് തോന്നുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമേ ഈ തിന്മയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ആ ഒരു ദൈവിക ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. തിന്മയുടെ രൂപവും ഭാവവും രീതിയും ശൈലിയും ഒക്കെ തിരിച്ചറിയാൻ വളരെ ശ്രദ്ധയോടെ നമ്മൾ വ്യാപരിച്ചേ പറ്റൂ. അവൻ ചിലപ്പോൾ വന്നിട്ട് നമ്മളോട് പറയും, ദുർബല മനസാക്ഷിയുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച്, ഒരു കുഴപ്പമില്ലെന്നേ, സാരമില്ലെന്നേ, ഇച്ചിരിയൊക്കെ മദ്യം കഴിച്ചാൽ എന്താ പ്രശ്നം, ഇച്ചിരി നേരം TV കണ്ട് ഇരുന്നു എന്ന് ഓർത്തിട്ട് എന്താ പ്രശ്നം, ഇച്ചിരി ഇൻ്റർനെറ്റിൽ കയറി ആവശ്യമില്ലാത്ത വെബ്സൈറ്റൊക്കെ ഓണാക്കി അങ്ങനെ ഇരുന്നു എന്ന് ഓർത്തിട്ട് എന്താ പ്രശ്നം, ഇച്ചിരിയൊക്കെ ചെയ്താൽ എന്താ പ്രശ്നം? അവൻ അങ്ങനെ വന്നിരുന്ന് പറയാൻ സാധ്യതയുണ്ട്. ചിലർ ഒരുപാട് കഴിവുകളുള്ളവരാണ്. ഒത്തിരി കഴിവുകളുള്ളവരൊക്കെ അവൻ്റെ ട്രാപ്പിലേക്ക് മാറ്റും. ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ മുൻപിലില്ലേ? നല്ല കഴിവുകളുള്ളവർ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി വ്യതിചലിച്ച് പോയിട്ടുള്ള അനേക ജീവിതങ്ങളെ നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ലേ? തിന്മയുടെ പിടിയിൽ വീഴാൻ ഇടയാക്കൽ, തിന്മയുടെ കെണിയിൽ വീഴാൻ ഇടയാക്കൽ. അവൻ ചിലപ്പോൾ മനസ്സിൽ സംശയം കുത്തി നിറച്ചു തരും, ആവശ്യമില്ലാത്ത സംശയം. കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരൻ ഭാര്യയും കൂടെ പ്രാർത്ഥിക്കാൻ വന്നു. ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഞങ്ങളുടെ വീട്ടിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സാമ്പത്തികമായിട്ട് ഓക്കെയാണ്, ജോലി ഓക്കെയാണ്, വേറെ പറയത്തക്ക പ്രശ്നങ്ങളില്ല, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു വലിയ അസ്വസ്ഥതയുണ്ട്. അത് എന്താണെന്ന് ഞങ്ങൾക്കും തിരിയുന്നില്ല, ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ ഞങ്ങൾക്ക് 2 പേർക്കും പറ്റുന്നില്ല. ഈ സഹോദരൻ പറഞ്ഞു, എനിക്ക് പ്രമേഹ രോഗമുണ്ട്, കുറച്ച് നാളെ ആയുള്ളൂ തുടങ്ങിയിട്ട്. ഷുഗറിൻ്റെ ലെവൽ എന്നും 300-ൻ്റെ മേലെയാണ് നിൽക്കുന്നത്, അത് താഴുന്നില്ല, ഷുഗർ താഴുന്നില്ല. ഒത്തിരി മരുന്നൊക്കെ എടുക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, ഭക്ഷണം നിയന്ത്രിക്കുന്നുണ്ട്, എന്നിട്ടൊന്നും ഈ പ്രമേഹത്തിൻ്റെ ആ ഷുഗറിൻ്റെ ലെവൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല. ഭാര്യയെ മാറ്റി ഭർത്താവിനോട് സംസാരിച്ചു, എന്താ പ്രശ്നമെന്നൊക്കെ ഇങ്ങനെ പതുക്കെ സ്നേഹത്തോടെയൊക്കെ ചോദിച്ചു തുടങ്ങി.
ഈ സഹോദരൻ ഒരു കാര്യം പറഞ്ഞു, സിസ്റ്ററെ കുറച്ച് നാളെ ആയുള്ളൂ എൻ്റെ മനസ്സിൽ വലിയൊരു ആവലാതി തുടങ്ങിയിട്ട്. ഞാൻ ചോദിച്ചു അപ്പോഴാണോ ഈ ഷുഗർ ഇങ്ങനെ കയറാൻ തുടങ്ങിയത്? അത് സത്യമാണ്, അന്നേരം തൊട്ടാണ് ഷുഗർ കയറിയിട്ടുള്ളത്. എന്തായിരുന്നു പ്രശ്നം, എന്തേ അങ്ങനെ ആകുലപ്പെടാനുണ്ടായ കാര്യം? ഉടനെ പറഞ്ഞു, സിസ്റ്ററെ ഭാര്യ ഒരിക്കലും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ശൈലി അവൾക്കില്ല, അവൾക്കറിയത്തില്ല. നിഷ്കളങ്കയാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്ന മോളാണ്, പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാൻ അവൾക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉറക്കത്തിൽ അവളേതോ 2 പുരുഷന്മാരുടെ പേര് പറഞ്ഞു എന്നാണ് പറയണത്. ഈ സഹോദരൻ പറയുക, സിസ്റ്റർ അവളുടെ മനസ്സിൽ, അബോധ മനസ്സിൽ പോലും അവന്മാരുടെ പേര് കിടപ്പുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ ഞാനല്ലല്ലോ ഉള്ളത്, എന്നെ അവൾ സ്നേഹിക്കുന്നില്ലല്ലോ. ഈ ഒരൊറ്റ ചിന്ത, ഏത് അവളോട് തുറന്ന് പറഞ്ഞിട്ടുമില്ല, ഭാര്യയ്ക്ക് അറിയത്തില്ല ഈ കാര്യം. ഈ സഹോദരൻ പറയുക, ഈ ഒരൊറ്റ ചിന്ത എൻ്റെ മനസ്സിനെ കിടന്ന് വല്ലാതെ വിഷമിപ്പിക്കുക സിസ്റ്ററെ. ആരോടും എനിക്ക് പറയത്തില്ല, എനിക്ക് ആരോടും ഇത് പങ്കുവെക്കാൻ പറ്റത്തില്ല, മനസ്സ് വല്ലാതെ നീറിപ്പുകയുകയാണ്. ഷുഗർ അങ്ങ് കൂടി വരിക. അത്ര പ്രായമൊന്നുമില്ല കേട്ടോ, വളരെ ഒരു 40-45 വയസ്സിനൊക്കെ ഇടയിലേ കാണത്തുള്ളൂ. ഈ സഹോദരനോട് പറഞ്ഞു കൊടുത്തു, സഹോദര ഇത് തിന്മയുടെ ഒരു കളിയാണെങ്കിലോ, ഇത് തിന്മയാണ്, നമ്മുടെ മനസ്സിലേക്ക് ഈ വിഷം കുത്തിവെച്ച് അവൻ നിന്ന് ഡാൻസ് ചെയ്യുകയാണെന്ന് ആണെങ്കിൽ നമ്മൾ വെറുതെ വിഡ്ഢികളായി പോകുകയല്ലേ? ഭാര്യ അങ്ങനെ തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല സിസ്റ്റർ, എനിക്കറിയാം ഭാര്യ പാവമെന്നറിയാം, പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, നല്ലൊരു ജോലിക്കാരനാണ്, വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത മനുഷ്യനൊന്നുമല്ല, അറിവില്ലാത്ത മനുഷ്യനല്ല, നല്ല അറിവും കഴിവും പ്രാപ്തിയുമുള്ളൊരു സഹോദരൻ. ഒരു ചെറിയ ചിന്ത മനസ്സിലേക്ക് കയറിയതാണ്. എത്ര നാളായെന്നറിയോ? ശരീരം പോലും പ്രതികരിക്കാൻ തുടങ്ങി. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഉരുണ്ടുകൂടി അത് വല്ലാത്തൊരു അസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഭർത്താവിനെ മാറ്റി നിർത്തി ഭാര്യയെ വിളിച്ചു. ഭാര്യയോട് ചോദിച്ചു, മോളെ സന്തോഷമാണോ, കുടുംബജീവിതം എങ്ങനെയുണ്ട്? ഒരു കരച്ചിലായിരുന്നു എൻ്റെ മുമ്പിലിരുന്നിട്ട് ചെയ്തത്. കുറേ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ കുഞ്ഞുനാൾ മുതൽ ഒരല്പം പോലും സ്നേഹം എന്താണെന്ന് അനുഭവിച്ചിട്ടില്ല, മാതാപിതാക്കളുടെ സ്നേഹമൊന്നും അനുഭവിക്കാൻ അവൾക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇവിടെ വിവാഹം കഴിഞ്ഞ് വന്നിട്ടും എൻ്റെ മനസ്സിൽ ഭർത്താവല്ലാതെ വേറെ ആരെയും ഞാൻ കയറ്റിയിട്ടില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ ചിലപ്പം എൻ്റെ ശൈലിക്കനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന രീതികളോടൊക്കെ ചേർന്ന് പോകുന്നവരെ കണ്ടാൽ ഒരു ചെറിയ ഇഷ്ടം, അത് മാനുഷികമായിട്ട്, പക്ഷെ ഒരിക്കൽ പോലും പാപം ചെയ്യാൻ ഒരല്പം അടുപ്പം കൂടുതൽ തോന്നിയാൽ പോലും ഞാൻ ആ ഭാഗത്തുനിന്ന് ഓടിപ്പോവും. ഒരിക്കലും ബോധപൂർവം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാകണം സിസ്റ്ററെ എന്ന് ഓപ്പണായിട്ട് വളരെ തുറന്ന് ഈ മകൾ പറയുകയാണ്. 2 പേരെയും അടുത്ത് വിളിച്ചിരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കി. ഞാൻ ഓർക്കുന്നു, സന്തോഷമായിട്ടാണ് തിരിച്ചു പോയേ. പ്രമേഹത്തിൻ്റെ ആ ഷുഗറിൻ്റെ ലെവൽ എന്താണേലും കുറഞ്ഞിട്ടുണ്ടാവും ഈ ദിവസങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, തിന്മ കുടുംബത്തെയൊക്കെ തകർക്കാൻ ശ്രദ്ധിക്കുന്ന എത്രയധികം കാര്യങ്ങൾ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടപ്പുണ്ട്. അവനെ കാണാൻ നിൻ്റെ കണ്ണുകൾക്ക് ഭാഗ്യം ഉണ്ടാകണം. ബാക്കി എല്ലാവരെയും കണ്ടാലും ശത്രുവിനെ കാണാൻ നിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി ഉണ്ടാകണം. ഇല്ലാതെ പോയാൽ നിൻ്റെ കണ്ണുകളുടെ കാഴ്ചശക്തി ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റാതെ പോലെ അന്ധമായി പോയാൽ വലിയ ദുരന്തത്തിലേക്കാവും പോവുക, വലിയ തകർച്ചയിലേക്കാവും നീ പോവുക. അതുണ്ടാകാൻ ഇടയാകല്ല. നിൻ്റെ കണ്ണുകളെ ശ്രദ്ധയുള്ളതാക്കി, വലിയ വിധത്തിൽ ശ്രദ്ധയുള്ളതാക്കി നീ കൊണ്ട് നടക്കണം. കാണാൻ പറ്റണം, തിന്മയെ തിരിച്ചറിയാൻ, തിന്മയുടെ പ്രവൃത്തികളെ ശാസിക്കാൻ, തിന്മയുടെ പ്രവൃത്തികളെ മാറ്റി നിർത്താൻ നിനക്ക് കഴിയണം. കർത്താവ് അതിനുള്ള കൃപ നമുക്ക് തരും. തിന്മ വളരെ ശ്രദ്ധയാണ്. ഏത് വിധത്തിലും നമ്മളെ കീഴടക്കാൻ, ഏത് രീതിയിലും നമ്മളെ തോൽപ്പിക്കാൻ തിന്മ ശ്രമിക്കുമ്പോൾ, അലറുന്ന സിംഹത്തെ പോലെ രാവും പകലും അവൻ അസ്വസ്ഥനായിട്ട് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒറ്റ ചിന്തയുണ്ടാകണം, ഈശോ 40 ദിവസത്തെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം പിശാച് മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ ഈശോ അതിജീവിക്കുന്നത് നമുക്കറിയാം. 3 കാര്യങ്ങൾ കൊണ്ടാണ് തിന്മയെ ഈശോ തോൽപ്പിച്ചത്. ഉപവാസവും പ്രാർത്ഥനയും ഈശോയുടെ കൈവശം ഒരു ബലമായിട്ടുണ്ടായിരുന്നു. ഉപവാസവും പ്രാർത്ഥനയും ഈശോയ്ക്ക് അത് വലിയ ബലമായിരുന്നു, വലിയ ശക്തിയായിരുന്നു. തന്നെയല്ല, വചനത്തിൻ്റെ ശക്തി കൊണ്ടാണ് തിന്മയെ തോൽപ്പിച്ചത്. 3-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവാൽ നിറഞ്ഞിരുന്നു ഈശോ. അതുകൊണ്ട് തന്നെ തിന്മയെ ശാസിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തിന്മയെ കാണുമ്പോൾ തിരിച്ചറിയാനുള്ളൊരു വലിയ കൃപ നമുക്ക് ചോദിച്ചു വാങ്ങണം. ഞാൻ ഓർക്കുന്ന ഒരു മകള്, അവളുടെ ഭർത്താവ് മരിച്ചുപോയി. 2 കുഞ്ഞു മക്കളുള്ളപ്പോഴാണ് ഭർത്താവ് അപകടത്തിൽപ്പെട്ട് മരിക്കുക. മക്കളെ നോക്കാനൊന്നും കാര്യമായിട്ട് അവൾക്കറിയത്തില്ല. അവളിങ്ങനെ തീരുമാനിച്ചു. നല്ല ബാങ്കിൽ ജോലിയുള്ള ഒരു മകളാണ്, സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉയർന്ന നിലവാരം. ഈ മകൾ പറയുക, ജസ്ലിൻ, എൻ്റെ ജീവിതത്തിൽ ഭർത്താവ് മരിച്ചപ്പോൾ വലിയൊരു വിഷമം തോന്നി. എങ്ങനെ കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളാണ് 2 പേരും, ഇവരെങ്ങനെ വളർത്തിക്കൊണ്ടുവരും?
പ്രാർത്ഥിച്ചു കുറേയധികം. എന്നിട്ടോ ഈ അടുത്തൊക്കെ ഞാൻ കണ്ടപ്പം എന്നോട് ഇങ്ങനെ പറയായിരുന്നു, ഇറച്ചിയും മീനും മുട്ടയൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു, ഒന്നും ഇനി വേണ്ട, പച്ചക്കറി മാത്രം കഴിക്കും. ഇതാണെങ്കിൽ ഇവൾക്ക് വലിയ ഇഷ്ടമുള്ളതാ കാര്യങ്ങൾ. പക്ഷേ ഇവൾ പറയുക ഇറച്ചി മീൻ മുട്ട കംപ്ലീറ്റ് ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ ചെരുപ്പ് പോലും ഉപയോഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ചെരുപ്പൊക്കെ ഇടുക, ആരോഗ്യം വേണം, കാല് വല്ല അലർജിയൊക്കെ വന്നാലോ. എന്തിനാണെന്നറിയോ ഇവൾ ഇത്രയും ത്യാഗം ചെയ്യുന്നത്? ഇവൾ പറയുക, ഞാൻ എങ്ങനെ വളർത്തിയാലും മക്കൾ വിശുദ്ധരായിട്ട് തീരാൻ അവർക്ക് അത്രയും പറഞ്ഞു കൊടുക്കാനൊന്നും എനിക്ക് കഴിവില്ല, ജ്ഞാനമില്ല. പക്ഷേ എൻ്റെ കർത്താവിന് കഴിയുമല്ലോ. എനിക്ക് ഇങ്ങനെയൊക്കെ പരിഹാര പ്രവർത്തികൾ ചെയ്യാനും ഇങ്ങനെയൊക്കെ ത്യാഗങ്ങൾ ചെയ്യാനേ എനിക്കറിയത്തുള്ളൂ. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് മുഴുവനും ഞാൻ കാഴ്ചവെക്കുക. ഭർത്താവില്ലാതെ മക്കളെ വളർത്തുമ്പോൾ അവരൊരു രീതിയിലും തെറ്റിപ്പോകാൻ ഇടവരല്ല. അവരൊരു വശത്ത് ഓരോ രീതിയിലും ഒരു ശൈലിയിലും പിശാചിൻ്റെ വഴിയിലേക്ക് പോകല്ല. വിശുദ്ധരായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ വളരണം. അതിനു വേണ്ടിയിട്ട് ഈ ത്യാഗങ്ങൾ ഞാൻ ചെയ്യാൻ സന്തോഷം തോന്നിപ്പോയി. എല്ലാ മാതാപിതാക്കളും ഇതുപോലെ ഇറച്ചി മീനും മുട്ട ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറയുക. കൊച്ചു കൊച്ചു പരിഹാര പ്രവർത്തികളും ത്യാഗപ്രവർത്തികളൊക്കെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുവെങ്കിൽ, പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ നിറയാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, വചനത്താൽ നിറയാൻ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, നമ്മുടെ കിടയിൽ പ്രവർത്തിക്കുന്ന അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്ന തിന്മയെ തിരിച്ചറിയാൻ, പിശാചിനെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് ശക്തി കിട്ടും. പൗലോസ്ലീഹ എഫെസോസിലെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനത്തിൽ എഴുതി വച്ചില്ലേ, നിങ്ങൾ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. നമ്മൾ ദുർബലരാണെന്ന് സ്ലീഹായ്ക്ക് അറിയാം. എളുപ്പം വീണു പോകുന്നവരാണെന്നറിയാം. പെട്ടെന്നൊന്ന് നോക്കിയാൽ മതി, ആണ്ടേ നമ്മൾ ഫ്ലാറ്റാവും. അങ്ങനെയുള്ള അനുഭവത്തിലുള്ളവർക്കൊക്കെ ഒരു വലിയ പ്രോത്സാഹനം എന്ന പോലെ സ്ലീഹ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. നമുക്ക് ആയുധങ്ങൾ കൈകളിലെടുക്കണം, തിന്മയെ തോൽപ്പിക്കണം, ജാഗ്രത പാലിക്കണം, ജാഗരൂകരായിരിക്കണം എല്ലായ്പ്പോഴും. പിശാച് എത്ര ജാഗ്രത പാലിക്കുന്നുവോ അതിൻ്റെ ഇരട്ടി ജാഗ്രത നമുക്ക് പാലിക്കുന്നവരായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഇല്ലായെങ്കിൽ നമ്മൾ തോറ്റുപോകും. തോൽക്കാൻ ഇടവരുത്തല്ല. നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള ശക്തിക്കായി. ഒരു നിമിഷം കണ്ണുകളടച്ച്, ദൈവമേ നിൻ്റെ ശക്തി എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിന്മയെ മനസ്സിലാക്കാൻ, നന്മയുടെ ഭാവത്തിലും രൂപത്തിലും തിന്മ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ എൻ്റെ ആന്തരിക നയനങ്ങളെ തുറന്നു തരണമേ എന്ന്, ദൈവമേ സ്വർഗീയ ജ്ഞാനം എനിക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി ഞങ്ങളുടെ ഈ പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണം. ദൈവമേ തിന്മയെ തോൽപ്പിക്കാനുള്ള ശക്തി, ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് തിന്മയെ തകർക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിക്കണം. പിശാചിൻ്റെ തല തകർക്കാൻ കഴിവുള്ള പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.